Hello friends, welcome to iStudio Online and Rajiva. നമ്മുടെ പുതിയ ക്രിട്ടിക് റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിട്ടിക് റിവ്യൂവിൽ ഉള്ളത് 5 ഫോട്ടോസാണ്. ആക്ച്വലി ഒരു 6-7 ഫോട്ടോസ് ഉണ്ടായിരുന്നു. 2-3 റിജക്റ്റ് ചെയ്തു, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോസ് ചെയ്യാത്തതുകൊണ്ട്. അതുപോലെ ഈ ക്രിട്ടിക് റിവ്യൂവിൽ ചെറിയൊരു ഓഡിയോയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീൻസ് നമ്മുടെ എനിക്ക് തോന്നുന്നു മുകളിലെ ഫ്ലാറ്റിലാന്ന് തോന്നുന്നു എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തട്ടലും മുട്ടലും നമുക്ക് ഓഡിയോയിൽ വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്പർ ഓഫ് ഫോട്ടോസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഫോളൻ ട്രീ ആയിരുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കുറച്ച് പാടുള്ളൊരു ടോപ്പിക്കായിരുന്നു എന്ന് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാതിരുന്നത്. അതുപോലെ തന്നെ അയച്ചു തന്ന ചിത്രങ്ങളിലും നമുക്ക് ക്രിയേറ്റിവിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഫോട്ടോസിലേക്ക് കടക്കാം. ആദ്യത്തെ ചിത്രം അയച്ചു തന്നിരിക്കുന്നത് അനന്തുവാണ്. അപ്പോൾ നമുക്ക് അനന്തുവിൻ്റെ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നൈക്കോൺ D5300 ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. അതുപോലെ തന്നെ ലെൻസ് ഏതാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. 180mm ഫോക്കൽ ലെങ്ത്, ISO 640 ISOയിൽ എടുത്തിരിക്കുന്ന ഒരു ചിത്രം. നല്ലൊരു ചിത്രമാണ്. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അനന്തു സ്വീകരിച്ചിരിക്കുന്നത്. മീൻസ് നമ്മൾ ഫോളൻ ട്രീ എന്ന് പറയുമ്പോഴൊരു എവിടെയെങ്കിലും വീണ് കിടക്കുന്ന മരം തന്നെ ഇതിൽ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു ചിത്രമായിരിക്കണം. വളരെ ബുദ്ധിപരമായ ഒരു ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ചിത്രത്തിൽ ഫോളൻ ട്രീ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ചിത്രം നമുക്കിതിനകത്തുണ്ട്. അതുപോലെ അനന്ത് യൂസ് ചെയ്തിരിക്കുന്നത് മാക്രോ ലെൻസാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. മാക്രോ ലെൻസ് ആകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം നമ്മുടെ ഫോക്കൽ ലെങ്ത് 180mm ആണ്. 180mm മാക്രോ ലെൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വളരെ നല്ല ചിത്രം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്തവണത്തെ ക്രിട്ടിക് റിവ്യൂവിലെ ഏറ്റവും നല്ല ചിത്രമെന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൽ ആൾക്കാരുടെ ടെക്നിക്കൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റിവിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ല ചിത്രം. ഞാനിതിൽ നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഇതാണ്. ഈ ഒരു സ്റ്റിക്ക് മാനാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അതുപോലെ തന്നെ സൈഡിലുള്ള 2 ക്യാരക്ടേഴ്സ് കുറച്ച് ബ്ലർഡാണ്. അതും കൂടെ ബ്ലർഡ് അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചിത്രം മോശമെന്നല്ല ഞാൻ പറയുന്നത്. ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. എന്തായാലും ഇത്രയും നല്ലൊരു ചിത്രം അയച്ചു തന്ന അനന്തുവിന് അഭിനന്ദനങ്ങൾ. നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആക്ച്വലി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ചിത്രങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ നല്ല ചിത്രങ്ങളെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. വളരെ നല്ല ചിത്രമായതുകൊണ്ട് അധികം നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാനില്ല, ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനില്ല. കളേഴ്സ് എല്ലാം നല്ലതാണ് ചിത്രത്തിൽ. വേറൊന്നും തന്നെ ഇല്ല. മീൻസ് നമുക്ക് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ചിത്രമല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി ഓവർ ക്രൗഡഡ് കാര്യങ്ങളുണ്ടെങ്കിലും അവയെ ചിത്രത്തെ ബാധിക്കുന്നില്ല. മീൻസ് നമ്മുടെ ചിത്രത്തിലെ ഫോക്കസ് ഏരിയ ഇതാണ്. ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ ബ്ലർഡ് ആയതുകൊണ്ട് നമുക്കവ അത്രയ്ക്കും ഡിസ്ട്രാക്റ്റിംഗ് അല്ല ചിത്രത്തിൽ. അപ്പോൾ എന്തായാലും നല്ല ചിത്രം. അനന്തുവിന് അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഈ ചിത്രം അയച്ചിരിക്കുന്നത് മിസ്റ്റർ ബിജു ആണ്. ബിജുവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിരുന്നു. ആക്ച്വലി ബിജു പുതിയതായിട്ട് ഫോട്ടോഗ്രാഫി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ബിജുവിൻ്റെ അതുപോലെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ലൈറ്റർ മുതലായ കാര്യങ്ങളിലൊന്നും അധികം കാര്യങ്ങൾ അറിയില്ല ബിജുവിന്. അപ്പോൾ എന്തായാലും ബിജു ഇൻ ക്യാമറയിലെടുത്ത ചിത്രമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ചിത്രം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ബിജുവിൻ്റെ ഐഡിയ നല്ലതാണ്. പക്ഷേ കുറച്ചും കൂടെ മീൻസ് ചിത്രം ആക്ച്വലി വളരെ അണ്ടർ എക്സ്പോസ്ഡ് ആണ്. മീൻസ് നമ്മുടെ ഹിസ്റ്റോഗ്രാം നോക്കിയാൽ തന്നെ നമ്മളിപ്പോൾ ഡെവലപ്പ് മോഡ്യൂളിൽ വന്നാൽ ഹിസ്റ്റോഗ്രാം നോക്കിയാൽ നമ്മുടെ ഷാഡോസ് ഏരിയ മീൻസ് ലൈബ്രറി മോഡ്യൂളിലും ഡെവലപ്പ് മോഡ്യൂളിലും ഹിസ്റ്റോഗ്രാം സെയിം ആണ്. പക്ഷേ നമുക്ക് വേറൊരു ഔട്ട്ലുക്കാണ് നമുക്ക് ഡെവലപ്പ് മോഡ്യൂളിൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ ഹിസ്റ്റോഗ്രാമിലൂടെ ഇങ്ങനെയൊന്ന് സ്ക്രോൾ ചെയ്താൽ, ഡെവലപ്പ് മോഡ്യൂളിൽ സ്ക്രോൾ ചെയ്താൽ ഷാഡോസ്, എക്സ്പോഷർ, ഹൈലൈറ്റ്സ്, വൈറ്റ്സ് എന്ന് കാണാം. അതുപോലെ ബ്ലാക്ക്സ് എന്ന് ഈ എൻഡിലും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലെ ഹിസ്റ്റോഗ്രാമിൻ്റെ ഈ ഭാഗം മാത്രം ഉയർന്നിരിക്കുന്നതിൻ്റെ കാരണം ചിത്രം വളരെ ഡാർക്കാണ്. ബ്ലാക്ക്സും ഷാഡോസുമാണ് കൂടുതൽ. പ്രോപ്പർലി എക്സ്പോസ്ഡ് ഒരു ചിത്രമാണെങ്കിൽ ആക്ച്വലി ഈ മിഡിൽ പോർഷനിലാണ് ഈ ഒരു ഹൈറ്റ്സൊക്കെ വരേണ്ടത്. ഈ മിഡിൽ പോർഷനിലാണ്. പക്ഷേ നിങ്ങളൊരു മനഃപൂർവ്വം ഒരു ബ്ലാക്ക് ചിത്രം എടുത്തു കഴിഞ്ഞാൽ ചിത്രത്തിലെ ഈ ഷാഡോ ഏരിയയിൽ നമ്മുടെ ഹിസ്റ്റോഗ്രാം വരത്തുള്ളൂ. അപ്പോൾ
പക്ഷേ ഇങ്ങനൊരു ചിത്രത്തിൽ ഹിസ്റ്റോഗ്രാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതിൻ്റെ കാരണം ചിത്രം അണ്ടർ എക്സ്പോസ്ഡ് ആണ്. നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ ആ കാര്യം മനസ്സിലാകും. നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ബിജു യൂസ് ചെയ്തിരിക്കുന്നത് Canon 80D ക്യാമറയാണ്. 80Dയിൽ ഇതിലും വളരെ നല്ല റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാനും 80D യൂസ് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ISO 6400, 80Dയിൽ 6500 ഒരു കുഴപ്പമില്ലാത്ത ISO ആണ്. പക്ഷേ ഞാൻ മാക്സിമം പോകുന്നത് 800 അല്ലെങ്കിൽ 1200 ISO വരെ ഞാൻ പോകാറുള്ളൂ 80Dയിൽ. പിന്നെ നമുക്ക് എക്സ്പോഷർ f3.5, അതുപോലെ തന്നെ 1/250th of a second ഷട്ടർ സ്പീഡാണ്. അപ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ ക്യാമറ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഫോക്കൽ ലെങ്ത് 18mm ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഷട്ടർ സ്പീഡ് കുറയ്ക്കാമായിരുന്നു. അതായത് ഒരു 1/60 ഷട്ടർ സ്പീഡൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ചിത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് കിറ്റ് ലെൻസാണ്. 18-55mm കിറ്റ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം, ചിത്രം ഒന്നും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. നമ്മുടെ സബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് ഫോളൻ ട്രീ. ഓവറോൾ എക്സ്പോഷർ ഒന്ന് കൂട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നസ് കിട്ടും ചിത്രത്തിൽ. കോൺട്രാസ്റ്റും കുറച്ചും കൂടെ കൂട്ടാം. ഹൈലൈറ്റ്സ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ഷാഡോസ് ഒന്ന് ചെറുതായി ഇൻക്രീസ് ചെയ്യുന്നു. മീൻസ് നമുക്ക് ഈ ഏരിയയിൽ വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഏരിയ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓവർ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബാക്കി ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ചിത്രം ഒന്ന് വെർട്ടിക്കൽ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായേനെ. പക്ഷേ ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലും നല്ലൊരു ചിത്രം തന്നെയാണ്. നമുക്ക് വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ചെറിയ തോതിൽ. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രത്യേക ഏരിയ ഓവർ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് വൈറ്റ്സ് നമുക്ക് അധികം സ്ലൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ബ്ലാക്ക്സും അതുപോലെ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈറ്റ് റൂം ട്യൂട്ടോറിയലുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ആ ലൈറ്റ് റൂം ട്യൂട്ടോറിയൽ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് റൂം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി വൈബ്രൻസ് നോർമലി ഞാൻ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാറുണ്ട് എൻ്റെ ചിത്രങ്ങളിൽ. ഓക്കെ, ഇപ്പോൾ ചെറിയ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് ഒന്ന് ചിത്രത്തെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ റേഡിയൽ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഏരിയ മാത്രം ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ നമ്മൾ ബ്രൈറ്റൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സർക്കിൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ഇവിടെ വെക്കാം. പക്ഷേ ഈ ട്രീയിലും ആ ഒരു ബ്രൈറ്റ്നസ് അഫക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ സൈഡിലേക്ക് നീക്കുകയാണ്. മീൻസ് ഈ ട്രീ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഈ ഭാഗത്തു നിന്ന് വരുന്ന രീതിയിൽ നമ്മുടെ റേഡിയൽ ഫിൽറ്ററിനെ ക്രമീകരിക്കാനാണ്. ഓക്കെ, അങ്ങനെ ക്രമീകരിച്ച് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ ഈ ട്രീയിൽ ആ ഒരു എക്സ്പോഷർ വരത്തില്ല. ഞാൻ ചെറുതായിട്ട് എക്സ്പോഷർ ഒന്ന് കൂട്ടുന്നു ഈ ഭാഗത്ത്. അതുപോലെ ഞാൻ ആ റേഡിയൽ ഫിൽറ്ററിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സാധാരണ ഞാൻ ചെയ്യാറുള്ള രീതിയിൽ നമ്മുടെ ഇൻവേർട്ട് മാസ്ക് അൺടിക്ക് ചെയ്യുന്നു. എക്സ്പോഷർ നമ്മുടെ ഔട്ടർ ഏരിയയിൽ എക്സ്പോഷർ കുറയ്ക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിത്രം കുറച്ചും കൂടെ ബെറ്ററായെന്ന് തോന്നുന്നു. പിന്നെ ചിത്രത്തിൻ്റെ പ്രശ്നം ISO ഭയങ്കര കൂടുതലാണ്. മുമ്പ് പറഞ്ഞ പോലെ 6400 ISOയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം നമ്മുടെ ബിജു ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഓട്ടോ മോഡിലാണെന്നാണ് എൻ്റെ സംശയം. നമ്മൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് ISO ഒന്നും ഇത്രയും പോകാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ മനോഹരമാക്കാൻ സാധിക്കും ചിത്രം. എന്തായാലും അടുത്ത ചിത്രത്തിൽ ശ്രദ്ധിക്കുക, മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. നമ്മൾ 80D പോലുള്ള ക്യാമറയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ മാനുവൽ മോഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ HSL പാനലിൽ വന്നാൽ നമുക്ക് ഗ്രീനിൻ്റെ ലൂമിനൻസ് ഒന്ന് കൂട്ടിയാൽ ഗ്രീൻ ആയിട്ടുള്ള ഏരിയ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആകും. ഓക്കെ, ഈ ചിത്രത്തിൽ നമുക്ക് ഇത്രയുമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ISO വളരെ കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ചിത്രം ഭേദപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇതാണ് ബിഫോർ ചിത്രം, ഇത് ആഫ്റ്റർ.
ഓക്കെ, അപ്പോൾ എന്തായാലും ചിത്രം അയച്ചു തന്ന ബിജുവിന് നന്ദി. ഐസ്റ്റുഡിയോ ഓൺലൈൻ്റെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആളാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ പഴയ ബേസിക്സ് ഫോട്ടോഗ്രാഫി ബേസിക്സിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഒന്ന് കാണുക. നമുക്ക് അപ്പോൾ മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി ട്യൂട്ടോറിയൽസ് ഉണ്ട്. ബേസിക്സ് എല്ലാം ഒന്ന് കാണുക. അങ്ങനെ കണ്ടു കഴിഞ്ഞ് 80Dയിൽ നിങ്ങൾക്ക് വളരെ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. മീൻസ് നല്ലൊരു ക്യാമറയാണത്. ആ ക്യാമറയിൽ നിങ്ങൾക്ക് വളരെ നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. ഈ ഒരു സെയിം പ്ലേസിൽ തന്നെ നിങ്ങൾ പിന്നീടൊന്ന് പോയി മാനുവൽ മോഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞ് ഒന്നും കൂടെ പോയി ഈ ചിത്രം ഒന്നും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ നന്നാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കിനി അടുത്ത ചിത്രത്തിലേക്ക് നീങ്ങാം. അടുത്ത ചിത്രം ഐസൺ ആണ് അയച്ചു തന്നിരിക്കുന്നത്. 60D ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 18-35mm ലെൻസാണ്. കിറ്റ് ലെൻസ് അല്ല, 18-35mm കനോൺ ആണോ അതോ ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല. കനോൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഫോക്കൽ ലെങ്ത് 18mm ആണ്. അതുപോലെ തന്നെ 60D ക്യാമറ. വേറെ ഡീറ്റെയിൽസൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ചിത്രം നമുക്ക് ക്രിയേറ്റീവായിട്ട് അധികം കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഫോളൻ ട്രീ ഉണ്ടെന്നേ ഉള്ളൂ ചിത്രത്തിൽ. നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എല്ലാ ചിത്രങ്ങളും നോക്കി നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആൾക്കാർ ഫോട്ടോസ് അയച്ചു തരും. പക്ഷേ നമുക്ക് അതിനെക്കാട്ടും ആവശ്യം നമ്മുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട സ്ഥലങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫോട്ടോസ് അയക്കാം. അപ്പോൾ എന്തായാലും ഈ ചിത്രം ജസ്റ്റ് ഒരു ഫോളൻ ട്രീ ആണ്. ആർക്കും മൊബൈൽ ഫോണിൽ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് ഐസൺ അയച്ചു തന്നിരിക്കുന്നത്. മീൻസ് ഒരു ചിത്രം എന്നല്ല രീതിയിൽ നമുക്ക് അധികം ഒന്നും പറയാനില്ല. ആർക്കും എടുക്കാവുന്ന ഒരു ചിത്രം. ഓക്കെ, അടുത്ത ചിത്രത്തിലേക്ക് പോകുന്നു. അടുത്ത ചിത്രം അയച്ചിരിക്കുന്നത് ജിൻസൻ്റെ ചിത്രവും ഏകദേശം ഐസാൻ്റെ ചിത്രം പോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട് ചിത്രത്തിന്. മൊബൈൽ ഷോട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ലെനോവോ A7010 മോഡലിലുള്ള ലെനോവോ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു ജിൻസൺ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. മീൻസ് ഒരു ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത്രയ്ക്ക് സക്സസ്ഫുൾ ആയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു ഫോളൻ ട്രീ എന്ന് പറയുമ്പോൾ ഒരു ട്രീ മൊത്തമായിട്ട് വീണ് കിടക്കുന്ന സീൻ കാണിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. നമ്മളിപ്പം ആദ്യം പറഞ്ഞ അനന്തുവിൻ്റെ ചിത്രത്തിൽ യഥാർത്ഥത്തിലൊരു ഫോളൻ ട്രീ ഇല്ല, പക്ഷേ നമ്മുടെ ഐഡിയ അതിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഫോളൻ ട്രീ തന്നെയാണെങ്കിലും നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിജുവിൻ്റെ ചിത്രം അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു ചിത്രമാണ്. ജസ്റ്റ് ഒരു ഫോളൻ ട്രീ അല്ല. മീൻസ് ബിജുവിൻ്റെ പ്രശ്നം, ബിജുവിന് എഡിറ്റിങ്ങിൽ ജ്ഞാനമില്ല. അതുപോലെ തന്നെ ക്യാമറ എനിക്ക് തോന്നുന്നു ഓട്ടോ മോഡിലാണെന്ന് തോന്നുന്നു. മാനുവൽ മോഡ് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ബിജുവിൻ്റെ ചിത്രം നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഐസൺ അല്ലെങ്കിൽ നമ്മുടെ ജിൻസണൊക്കെ സ്ഥിരം അയച്ചു തരുന്ന ആൾക്കാരാണ് ഫോട്ടോസ്. അപ്പോൾ ഇവർക്ക് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. കുറച്ചും കൂടെ നന്നായിട്ട് ട്രൈ ചെയ്യാം നല്ല ചിത്രങ്ങൾ അയക്കാൻ. അതുപോലെ അതിൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ചെറിയൊരു പനി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്രിട്ടിക് റിവ്യൂ താമസിക്കാനും കാരണം. ഓക്കെ, അപ്പോൾ ജിൻസൻ്റെ ചിത്രം ഇതാണ്. നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക അടുത്ത ക്രിട്ടിക് റിവ്യൂവിൽ. നെക്സ്റ്റ് അയച്ചിരിക്കുന്നത് വിനോദാണ്. വിനോദിൻ്റെ ചിത്രം മോശമാണെന്ന് പറയാൻ സാധിക്കത്തില്ല. വിനോദ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ചിത്രം തന്നെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒരു ഫോളൻ ട്രീ കട്ട് ചെയ്തിട്ടിരിക്കുന്നു. അതുപോലെ അധികം ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ളൊരു ചിത്രമല്ല. ട്രീ അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട്. അത്രയും കാര്യങ്ങൾ മാത്രമേ വിനോദിൻ്റെ ചിത്രത്തിലുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു ചിത്രമാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗം ഒന്ന് ഒഴിവാക്കാമായിരുന്നു. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളായിരുന്നെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ പുല്ല് ഭാഗം ഇങ്ങോട്ടും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. അത് വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ചിത്രം അയച്ചു തന്ന വിനോദിന് നന്ദി. റെഡ്മി നോട്ട് 5 ക്യാമറയിലെടുത്ത ചിത്രമാണ്. സിയോമി. പിന്നെ നമുക്കിതിൽ ഫോക്കൽ ലെങ്ത് മുതലായ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. മൊബൈൽ ഫോണാണ്. എനിക്കൊന്ന് വിനോദിൻ്റെ കയ്യിൽ നല്ലൊരു DSLR ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ചിത്രം അയച്ചു തരാൻ സാധിക്കുമായിരുന്നു. DSLR ക്യാമറയിൽ അയച്ചു തന്നിരിക്കുന്ന ആൾക്കാരെക്കാട്ടും നന്നായിട്ട് ചിത്രം എടുത്തിട്ടുണ്ട്. മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർ
ഇതുപോലെ നമ്മുടെ വിനോദ് ചെയ്തിരിക്കുന്നത് പോലെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. മൊബൈൽ ഫോണിൽ മോശം ഷോട്ടുകളും നമുക്ക് ക്രിയേറ്റീവ് ഷോട്ടുകളും എടുക്കാം. മൊബൈൽ ഫോണിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ അറിഞ്ഞിട്ട് ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോട്ടോഗ്രാഫി എങ്ങനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ഇവിടെ തീരുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബെസ്റ്റ് ചിത്രം അനന്തു അയച്ചു തന്നിരിക്കുന്ന ചിത്രമാണ്. സെക്കൻഡായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ വിനോദിൻ്റെ ചിത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ചിത്രങ്ങളെല്ലാം അയച്ചു തന്ന ആൾക്കാർക്ക് നന്ദി. നമ്മുടെ ക്രിട്ടിക് റിവ്യൂ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ക്രിട്ടിക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ അല്ല, അതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്ത വീഡിയോ ടാമറോൺ ലെൻസ് റിവ്യൂ ആണ്. നമുക്ക് കിട്ടിയത് ഒരു 150 to 600 mm സൂം ലെൻസാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും അടുത്തത്. അതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ ടോപ്പിക്ക് ഉണ്ടായിരിക്കുന്നത്, അടുത്ത ക്രിട്ടിക് റിവ്യൂവിൻ്റെ. അപ്പോൾ ചിത്രങ്ങൾ അയച്ചു തന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ നന്ദി. ഇനിയും നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അയച്ചു തരിക. ഞാൻ ക്രിട്ടിക് റിവ്യൂവിൽ കഴിവതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അയക്കുക. നിങ്ങളുടെ ഫോട്ടോയെ ബാക്കിയുള്ള ആൾക്കാരും ഇത് കാണുന്നുണ്ട്, ക്രിട്ടിക് റിവ്യൂ കാണുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോയെക്കുറിച്ച് പറയുന്ന മോശമായ കാര്യങ്ങൾ അവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കേൾക്കുന്ന ആൾക്കാരും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ല, നിങ്ങൾ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ അയച്ചു തരാൻ കഴിയുന്ന ആൾക്കാർ അയച്ചു തരിക. നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ റൂൾസ് ഈ വീഡിയോയുടെ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആ ചാനലിൻ്റെ മെയിൻ പേജിൽ വന്നാൽ കാണുന്ന ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അപ്ഡേറ്റ്സും മുതലായ കാര്യങ്ങളുടെ ഒരു നോട്ടിഫിക്കേഷൻ എപ്പോഴും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.